കണ്ണനെ കണ്ടോ? കണ്ടു. നന്ദരാജന് യശോദമ്മയും പുറത്തു പോയിരുന്നു. കണ്ണനെ മാത്രമേ കണ്ടുള്ളൂ. മതിയല്ലോ. കണ്ണനെ കണ്ട വിശേഷങ്ങൾ പറയൂ. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഒന്നും കിട്ടിയില്ലേ? എന്താണെന്ന് വെച്ചാ വാ തുറന്ന് പറഞ്ഞൂടെ നിനക്ക്? കണ്ണൻ കുറച്ച് നെല്ല് തന്നു, അത് വഴിയിൽ തൂവിപ്പോയി. ഗതി കെട്ടവള്, ഇത് പറയാനാണോ ഇത്ര തിരക്കിട്ട് മടങ്ങി വന്നത്? കുറച്ച് നെല്ല് കിട്ടിയിട്ട് എന്തായാലും കാര്യമില്ല. കിട്ടിയതോ തൂവി പോവുകയും ചെയ്തു. അത്രയ്ക്കുണ്ട് ശ്രദ്ധ. വെറുതെ ആണോ പട്ടിണി മാറാത്തത്? മൂശേട്ട, എന്താ ഈ ഭാണ്ഡക്കെട്ടില്ലേ? കണ്ണൻ തന്നയച്ചതാ കുറച്ച് എള്ള്. എള്ളോ? ബഹുകേമമായി പോയി. ഇനിയുള്ള കാലം എള്ളു പുഴുങ്ങി തിന്നങ്ങ് ജീവിക്കാമല്ലോ. പിടിപ്പ് കേട്ടവള്. അന്നത്തിന് വകയില്ലാത്തവർക്ക് അമ്പാടിക്കണ്ണൻ പലതും ദാനം ചെയ്യുന്നു എന്ന് കേട്ടു. അതറിഞ്ഞിട്ടാ ഇവിടുള്ള പഴങ്ങളൊക്കെ തന്ന് നിന്നെ അങ്ങോട്ട് അയച്ചത്. എന്നിട്ടോ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും അവസ്ഥകളും ഒക്കെ കണ്ണീരോടെ പറഞ്ഞ് കണ്ണന്റെ മനസ്സലിയിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. കഴിയില്ലല്ലോ, സുഹൃതം ചെയ്യാത്തവള്. വെറുതെ എന്നെ എന്തിനാ ശകാരിക്കുന്നത്? കണ്ണൻ പൊടിക്കുഞ്ഞ, പിറന്നു വീണത് സമ്പത്തിന്റെ നടുവിലും. ഇവിടത്തെ പട്ടിണിയും പരിവട്ടവും ഒക്കെ വിളിച്ചോതിയാ അവന് മനസ്സിലാവില്ല. അത്രയ്ക്ക് വകതിരുവേ കുഞ്ഞിനായിട്ടുള്ളൂ. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയ, അല്ലെങ്കിലും കുത്തുവാക്കുകൾ. കൂടെ പുറപ്പാണല്ലോ. എന്തായാലും കണ്ണൻ തന്നയച്ചല്ലേ ഈ പാവം കളവിക്ക്. ഇത് വെറും ധാന്യമല്ല, ധനം തന്നെയാണ്. ഇതിന് ഭാരമില്ലായിരുന്നല്ലോ, ഇപ്പൊ ഭാരം കൊണ്ട് പൊക്കാൻ കഴിയുന്നില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഇത്രയെല്ലാം മതി ഇനി മുത്തശ്ശിയുടെ കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ. കണ്ണാ, പൊന്നുണ്ണി, മോനെ, നിന്റെ വാക്കുകൾ കേട്ട് ഈ പൊട്ടി അകമയെ പരിഹസിച്ച് ചിരിച്ചു. ഇപ്പൊ അതിന്റെ പൊരുൾ മനസ്സിലായി. മതി കണ്ണാ, ഞങ്ങൾക്കിത് ധാരാളം മതി. സാധുരക്ഷക, ഈ കിഴവൻ അറിവില്ലാതെ വല്ലതും പറഞ്ഞു പോയെങ്കിൽ പൊറുക്കണമേ. അവിടുന്ന് കൈ നിറച്ചു തന്നു. സായോജ്യമായി. നാരായണ. ഗോപാലകൃഷ്ണ, എന്റെ കണ്ണാ. മുത്തശ്ശനും മുത്തശ്ശിക്കും തൃപ്തിയായോ? കൃഷ്ണ, നാരായണ, കാരുണ്യ സിന്ധു, ഭഗവാൻ, കണ്ണാ, കാരുണ്യവാരിധി, ഭഗവാനേ, കാരുണ്യമൂർത്തി. അനുഭവസമ്പന്നനും വിഷ്ണുഭക്തനുമായ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരാകരിക്കാം.
യാദവ സഭയിലെന്നും പ്രായോഗിക പരിജ്ഞാനത്തോടെയുള്ള അഭിപ്രായം പറയുന്ന ആളാണ് ഉപനന്ദൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കട്ടെ. സത്യദേവർ പറഞ്ഞത് ശരിയാണ്. അടിക്കടി ആപത്തുകൾ ഉണ്ടായിട്ടും ഉണ്ണിക്കണ്ണനെ അദൃശ്യവും അജ്ഞാതവുമായ ഒരു ശക്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈശ്വര ശക്തിയാണെന്ന അഭിപ്രായവും ശരിവെക്കുന്നു. പക്ഷേ ആ ശക്തിയിൽ എപ്പോഴും കണ്ണന്റെ സുരക്ഷ ഉറപ്പിക്കാമോ? ഈശ്വരന്മാർക്കും ദോഷകാലമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ഉണ്ണിക്കണ്ണന്റെ സമയവും കാലവും എപ്പോഴും ഉതകി നിൽക്കണമെന്നില്ല. ആ നിലയ്ക്ക് കണ്ണന്റെ ഭദ്രതയെക്കുറിച്ച് നാം ആലോചിച്ചേ മതിയാകും. ഉപനന്ദരുടെ അഭിപ്രായം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യകാരണ സഹിതമില്ലാതെ ഉപനന്ദൻ അഭിപ്രായം പറയാറില്ലല്ലോ. അതെ, കാര്യവും കാരണവും ഇനിയുമുണ്ട്. ഈ വ്രജഭൂമിയിൽ ഇനിയും ആപത്തുണ്ടാകുമെന്നതിൻ്റെ ദുർനിമിത്തങ്ങൾ അടിക്കടി കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്പാടി വിട്ട് വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തവും ശക്തവുമായ അഭിപ്രായം. യാത്ര പൗർണമി നാളിലാക്കുകയാണ് ഉത്തമം. എല്ലാ ഗോപഗ്രഹങ്ങളിലും ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ആലോചന നടക്കുന്നത്. എന്തിന്, ഗോപബാലന്മാർ വരെ വൃന്ദാവന യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചർച്ചകൾ ഞാനും കേട്ടു. എല്ലാവർക്കും ഒരേ ഒരു സംശയമാണ്. എന്താണ് സത്യദേവരെ സംശയം? അമ്പാടിയിൽ പൈക്കൾക്ക് മേയുവാൻ വേണ്ടുവോളം പുല്ലുണ്ട്, കുടിക്കുവാൻ യമുനയിലെ ജലവുമുണ്ട്, മറ്റ് സുഖസൗകര്യങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ വൃന്ദാവനത്തിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരുടെയും സംശയം. സംശയിക്കേണ്ട സത്യദേവരെ, വൃന്ദാവനത്തിന്റെ ഒരു ഭാഗത്ത് യമുനാ നദിയുണ്ട്. ആ യമുനാ നദി തന്നെ കാളിന്തി എന്ന പേരിൽ മറുഭാഗം ചുറ്റി ഒഴുകുന്നുമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, ജലസമൃദ്ധമാണ് വൃന്ദാവനം. അപ്പോ പുല്ലിന്റെ കാര്യമോ? അതിനും ക്ഷാമമില്ല. അടുത്തു തന്നെയാണ് ഗോവർദ്ധന പർവ്വതം. ഈ ഗിരിപ്രദേശം പുൽമേടുകളുടെ അക്ഷയ തീരമാണ്. മേഞ്ഞാലും മേഞ്ഞാലും തീരാത്തത്ര പുൽമേടുകൾ. എല്ലാം കൊണ്ടും അമ്പാടിയേക്കാൾ വാസയോഗ്യമാണ് വൃന്ദാവനമെന്ന് എല്ലാവരും മനസ്സിലാക്കുവിൻ. വൃന്ദാവനത്തിൽ ചെന്നാൽ പെട്ടെന്നുള്ള വാസസൗകര്യങ്ങൾ? അതിനും വഴി കണ്ടിട്ടുണ്ട്. വൃഷഭാനു എന്ന യാദവ ശ്രേഷ്ഠൻ വൃന്ദാവനത്തിൽ വസിക്കുന്നുണ്ട്. സത്യവും ധർമ്മവും മനുഷ്യസ്നേഹവുമുള്ള ഒരു ഇടപ്രഭുവാണ് വൃഷഭാനു. പരമസാത്വികൻ. നാം വൃന്ദാവനത്തിലേക്ക് ചെല്ലുന്നുവെന്ന സന്ദേശവുമായി ഒരു ദൂതനെ വൃഷഭാനുവിന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. വൃഷഭാനുവിന്റെ പ്രതികരണം അനുകൂലമാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എങ്കിൽ വൃഷഭാനു ശ്രേഷ്ഠന്റെ മറുപടി അറിഞ്ഞിട്ടാകാം നമ്മുടെ അന്തിമ തീരുമാനം. എന്താ നന്ദരാജൻ? അങ്ങനെ ആകട്ടെ. മഹാരാജൻ, ഇതാ ദൂതനെത്തിയല്ലോ. അടിയൻ വൃഷഭാനുവിനെ കണ്ടുവോ? കണ്ടു. വൃന്ദാവനത്തിലേക്ക് നന്ദരാജനെയും കൂട്ടരെയും വൃഷഭാനു ശ്രേഷ്ഠൻ ഹാർദവുമായി സ്വാഗതം ചെയ്തിരിക്കുന്നു. നമുക്ക് പാർക്കാൻ വേണ്ട താൽക്കാലിക വാസഗ്രഹങ്ങൾ ഉടനെ നിർമ്മിച്ചു നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ നാം ദൃഢ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. നമ്മൾ വൃന്ദാവനത്തിലേക്ക് യാത്രയാകുന്നു. അടുത്ത പൗർണമി നാളിൽ.